ഞങ്ങളുടെ ഈ ഒരു കോഴ്സിൽ മെയിനായിട്ട് പഠിപ്പിക്കുന്നത് മെറ്റാ ആഡ്സ് എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെ എത്ര ബഡ്ജറ്റാണ് ഫിക്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലീഡ്സ് ജനറേറ്റ് ചെയ്യേണ്ടത്, എത്ര ബഡ്ജറ്റ് വെച്ചാലായിരിക്കും നിങ്ങൾക്ക് ക്വാളിറ്റി ലീഡ്സ് ഉണ്ടാവുക, അതുപോലെ തന്നെ ടാർഗറ്റ് ഓഡിയൻസ് എങ്ങനെ സെറ്റ് ചെയ്യണം, ക്രിയേറ്റീവ്സ് എങ്ങനെ ചെയ്യണം, അതായത് പോസ്റ്റേഴ്സ്, വീഡിയോസ് ഇതൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡെപ്ത് ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു കോഴ്സാണ് ഇത്. ഡ്യൂറേഷൻ വരുന്നത് 1 മന്ത് ആണ്. ഒരു 3 ഡേയ്സേ ക്ലാസ് ഉണ്ടാവും. ബാച്ച് വൈസ് ആയിരിക്കും. നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെ ആയിരിക്കും ക്ലാസ്സസ് വരിക. ഓക്കെ. ഞാൻ സാധാരണ കാണാറ് പേജ്, നിങ്ങൾക്ക് പേജ് ഉണ്ടാക്കാൻ അറിയാം എന്ന് വിചാരിക്കുന്നു. ഇവൻ അറിയില്ല എങ്കിൽ ആദ്യത്തെ ക്ലാസ് പേജ് ഉണ്ടാക്കൽ തന്നെ ആയിരിക്കും. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് തന്നെ ആയിരിക്കും പഠിപ്പിച്ചു തരിക. ഇത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഒരു പ്രൊഫൈലാണ്. ഓക്കെ. ആ പ്രൊഫൈലിൽ നിന്ന് ഈ ഒരു പേജിലേക്ക് നമ്മൾ കയറുന്നു. പേജിൽ നിന്നാണ് നമുക്ക് ആഡ്സ് റൺ ചെയ്യേണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്നതും ബിസിനസ് സ്യൂട്ടിലേക്ക് കയറുന്നതും ഈ ഓപ്ഷൻസ് എല്ലാം വരുന്നത് പേജിൽ നിന്നുമാണ്, നമ്മുടെ പ്രൊഫൈലിൽ നിന്നല്ല. അതുകൊണ്ട് പേജ് മസ്റ്റാണ് ഒരു അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീലാൻസ് ആണെങ്കിൽ നിങ്ങൾ ഏത് കമ്പനിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളത് ചെയ്ത് കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അല്ല നിങ്ങളിപ്പോൾ ഒരു സ്വന്തം ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പേജസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ പോയിട്ട് ഈ പേജുകളെ ലിങ്ക് ചെയ്യണം. അതായത് പ്രൊഫഷണലി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഒരു ഫേസ്ബുക്ക് പേജും. അതാണ് ഒരു കമ്പനിക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇവിടെ നമ്മൾ ലിങ്ക് ചെയ്യണം. ഇത് ഞാൻ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടെ കണക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ലിങ്ക് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്നതുകൊണ്ടൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആഡ് റൺ ചെയ്യുമ്പോൾ ഇത് 2 പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ആഡ് റൺ ആകും. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലേക്ക് അവർക്ക് ഇങ്ങനെ ഇതിൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇതിന് താഴെ ആയിരിക്കും ആഡ് റൺ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ്ലി പോകുന്നത് ഇൻസ്റ്റഗ്രാം പേജിലേക്കായിരിക്കും. ഇവിടെ വ്യൂ ഓൺ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് ടാഗ് ഡിജിറ്റൽ അക്കാഡമിയിൽ പ്രസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി പോകുന്നത് ഇൻസ്റ്റഗ്രാം ആയിരിക്കും. അതേസമയം നമ്മളിത് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ അവർ ഡയറക്റ്റ്ലി വരുന്നത് ഫേസ്ബുക്ക് പേജിലേക്കായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഫോളോവേഴ്സിനെ കിട്ടാനും നമ്മുടെ വീഡിയോസിനെ ഇൻസ്റ്റാഗ്രാം വീഡിയോസിന് റീച്ച് കുറയാനും ഒക്കെ ചാൻസസ് കൂടുതലാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കൂടി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിസിനസ് പേജിൽ കയറിയിട്ട് നമുക്ക് രണ്ടിനും കൂടെ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അടുത്ത് നമ്മളിവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആക്സസ് കൊടുക്കുക. അത് പേജിൻ്റെ ആക്സസ്. അപ്പോൾ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസ് വർക്ക് എടുക്കുമോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ആൾക്കാരെ, അതായത് നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈലിന് നമ്മുടെ കമ്പനിയുടെ പേജസിന് ഒരു വർക്കറിന് വേണ്ടിയിട്ട് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫ്രീലാൻസ് വർക്ക് എടുക്കുകയാണെങ്കിൽ അവരുടെ അടുത്തുനിന്ന് നമുക്കൊരു ആക്സസ് വാങ്ങിച്ചാൽ മതി. നമുക്ക് അവരുടെ പേജ് ഫുള്ളി നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. പിന്നെ വരുന്നത് നമ്മൾ വാട്സപ്പിൽ ലിങ്ക് ചെയ്യണം. നമുക്ക് ഈ ആഡിൻ്റെ ഒക്കെ ലീഡ്സ് വരുന്നത് വാട്സപ്പിലാണല്ലോ. അപ്പോൾ വാട്സപ്പ് ലിങ്ക് ചെയ്യാനുള്ള പരിപാടിയും കൂടി നമ്മളിവിടെ ചെയ്യണം. അതിന് നമ്മൾ നേരത്തെ പോയ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ തന്നെയാണ്. പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ പോവുക. സോറി. ലിങ്ക് അക്കൗണ്ടിലേക്ക് കയറുക. അവിടുന്ന് വാട്സപ്പ് ലിങ്ക് ചെയ്യും. നമുക്ക് ഏകദേശം 20 വാട്സപ്പ് വരെ നമുക്ക് ഒരു പ്രൊഫൈൽ ഒരു പേജിൽ ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇവിടെയാണ് നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ക്ലാസ്സിൽ. ഇത് കഴിഞ്ഞിട്ട് വരുന്ന സംഭവങ്ങളാണ്. ഹോമിലേക്ക് പോവുക. ഇനി അടുത്തത് ബിസിനസ് സ്യൂട്ട്. മെറ്റയുടെ ബിസിനസ് സ്യൂട്ട്. ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആക്ച്വലി ചെയ്യുന്നത് ഈ ഒരു പേജിൽ നിന്നുമാണ്. നമുക്ക് സാധാരണ നോർമലി നമ്മുടെ ഓൺ പേജിൽ നമ്മൾ പോസ്റ്റ് ഇടുന്നത് പോലെയല്ല. നമ്മളിപ്പോൾ ഒരു ബിസിനസ് പേഴ്സണായി നമ്മളിപ്പോൾ ഒരു മാർക്കറ്റർ വർക്ക് ചെയ്യുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 10-15 പേജുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്നുമാണ് നമ്മൾ അതിന് വേണ്ടുന്ന പോസ്റ്റും ഒക്കെ ചെയ്യുന്നത്. ഇത് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഒരു മാസത്തേക്കുള്ള പ്ലാനിങ് നമുക്ക് നേരത്തെ കൂടി ചെയ്യാൻ പറ്റും. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കോഴ്സിൽ കവർ ചെയ്ത് തരും. ഇവർ വരുന്ന കുറേ ടൂൾസ് ഉണ്ട്. കുറേ മെറ്റയുടെ ബിസിനസ് ടൂൾസ് ഉണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ഇപ്പം ഇങ്ങനെ മെറ്റയുടെ തന്നെ ഒരുപാട് ടൂൾസ് AI ടൂൾസും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഓൾ ടൂൾസിനകത്ത് വരുന്നത്. ഇൻബോക്സ് ഉണ്ട്, ലീഡ്സ് ഉണ്ട്. ഇൻബോക്സിനകത്ത് നമുക്ക് ഓട്ടോമേറ്റഡ് മെസ്സേജ് കൊടുക്കാൻ പറ്റും. AI ടൂൾസ് ഉണ്ട്, പേജ് പോസ്റ്റ് ചെയ്യുന്ന പ്ലാനർ, സൗണ്ടിൻ്റെ കളക്ഷൻസ്, പിന്നെ ആഡ്സിൻ്റെത്,
കുറേ കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ബിസിനസ് പേജ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഈ ഇവന്റ് മാനേജർ അതിൽ കയറിയിട്ടാണ് നമ്മൾ പിക്സലൊക്കെ ഇത് ചെയ്യുന്നത്, കോൺഫിഗർ ചെയ്യുന്നത്. അതായത് പിക്സൽ എന്ന് പറഞ്ഞാൽ സൈറ്റിൽ നിന്നും ഞാൻ വേറൊരു ക്ലയന്റിൽ ഞാൻ ചെയ്തത് കാണിച്ചു തരാം. ഇതെൻ്റെ ഒരു ക്ലയന്റിൻ്റെയാണ്. എൻ്റെ പിക്സൽ ഞാൻ കാണിച്ചു തരാം. അതായത് അവരുടെ വെബ്സൈറ്റ് അവരുടെ ഫേസ്ബുക്ക് പേജുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ ഉള്ള ഇ കൊമേഴ്സ് സൈറ്റാണ്. ഇ കൊമേഴ്സ് സൈറ്റുമായിട്ടാണ് നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇ കൊമേഴ്സ് സൈറ്റിൽ ആരെങ്കിലും ചെന്ന് ബൈ ചെയ്യോ എന്തെങ്കിലും അഡീഷൻസ് ചെയ്യോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇവിടെ നിന്ന് മെറ്റയിൽ അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ മെറ്റയിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് മെറ്റാ പിക്സൽ കോൺഫിഗർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെറ്റയുടെ API കോൺഫിഗറേഷനും ഉണ്ട്. അതെന്ന് പറയുന്നത് ആപ്പുകൾ തമ്മിൽ കോൺഫിഗർ ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ഒരു ആപ്പ് ഇൻസ്റ്റാളേഷന് വേണ്ടുന്ന അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യണം. ആ സമയത്ത് API കീ വെച്ചിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ ഒരു ക്ലയന്റിൻ്റെയാണ്. അപ്പോൾ അവരുടെ പിക്സൽ ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. കണ്ടോ, ടോട്ടൽ ഇവന്റ്സ് ഇത്രയാണ്, 425. അവരുടെ സെയിൽസ് ആഡ് റൺ ചെയ്യാനായിട്ട് പോകുന്നേ ഉള്ളൂ. കോൺഫിഗർ ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. ഡേറ്റ സെറ്റിനകത്ത് പോയാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ടെസ്റ്റിംഗ് ഇവന്റിനകത്ത് പോയാൽ ഇതൊക്കെ ഒരു ടെസ്റ്ററാണ്. ഇവിടെ നമുക്ക് അധികം ആഡ് റൺ ചെയ്യാൻ പോകുന്ന ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇവന്റ് ഇത്രയൊക്കെ വന്നിട്ടുള്ളൂ എന്ന്. എത്രയൊക്കെ ക്ലിക്കാണ് അവിടെ വന്നത് എന്ന്, അതായത് വെബ്സൈറ്റിൽ എത്ര പേര് കയറി, എത്ര ക്ലിക്ക് വന്നു, എവിടെയൊക്കെ കയറി, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻസ് നമുക്കിവിടെ മെറ്റയിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റാ പിക്സൽ കോൺഫിഗർ ചെയ്യുന്നത്. ഇത് സെയിൽസ് അഡ്വർടൈസ്മെന്റ്, അതായത് ഇ കൊമേഴ്സ് സൈറ്റുകൾക്ക് വേണ്ടുന്ന അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം മെറ്റ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ API ഗേറ്റ്വേ, ഇതെന്ന് പറയുന്നത് API കൺവേർഷൻ എന്ന് പറയുന്നത് ആക്ച്വലി അത് ആപ്പുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് വെബ്സൈറ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അത് ആപ്പിന് വേണ്ടുന്നതാണ് ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ അത് വേണമെങ്കിൽ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ആപ്പ് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ്. ഇനി മറ്റൊരു പേജിലേക്ക് പോവാം. ഇതും ഞങ്ങളുടെ ഒരു ക്ലയന്റിന്റെ പേജാണ്. ആഡ്സ് മാനേജർ ഓൾറെഡി ഓപ്പൺ ആണ് അവിടെ. ഓക്കെ, ഇത് ആഡ് ഓൾറെഡി റൺ ചെയ്തതാണ്. ഏതെന്ന് പറഞ്ഞാൽ ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട് നമുക്ക് ആഡ് റൺ ചെയ്യാം. ഇത് കണ്ടോ, ടാറ്റ AIG, ഇത് ക്ലയന്റിന് വേണ്ടിയിട്ട്, ഇത് എൻ്റെ പേജിൽ നിന്ന് ഞാൻ എൻ്റെ ക്ലയന്റിന് വേണ്ടിയിട്ട് റൺ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്സസ് കൊടുത്തിട്ട് അവരെനിക്ക് വേണ്ടിയിട്ട് ആക്സസ് തന്നു. അവിടെ നിന്ന് ഞാൻ ആക്സസ് എടുത്തിട്ട് എൻ്റെ അക്കൗണ്ട്, ആഡ്സ് മാനേജർ അക്കൗണ്ടിൽ നിന്ന് ഞാൻ എൻ്റെ ക്ലയന്റിന് വേണ്ടിയിട്ട് റൺ ചെയ്തു ആഡാണ്. ഇത് ഓൾറെഡി കഴിഞ്ഞതാണ്, അത് എൻ്റെ ആയതുകൊണ്ടാണ് അവിടെ നിന്ന് കാണിക്കാത്തത്. ട്രിനിറ്റി ടവർ എന്ന് പറയുന്ന ട്രിനിറ്റി കൺസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് റൺ ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് ആണ് ഇത്. അങ്ങനെ ഒരുപാടുണ്ട്. ഇതിപ്പോൾ കുറഞ്ഞൊരു ടൈം പീരീഡ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കമ്പനീസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പേജിൽ നിന്ന് റൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതും ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും കോസ്റ്റ് പെർ റിസൾട്ട്. അതായത് ഒരു ലീഡ് എനിക്ക് എൻ്റെ വാട്സപ്പിൽ വന്ന സമയത്ത് ഞാൻ മെറ്റാക്കി കൊടുത്ത എമൗണ്ട് എത്രയാണ്? 17 രൂപ 71 പൈസയാണ് ഞാൻ മെറ്റാക്കി കൊടുക്കുന്നത് ഒരു ലീഡ്. അതായത് ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഈ വേക്കൻസിയുടെ ആഡിനാണെങ്കിൽ അന്ന് കൊടുത്തത് 12 രൂപയാണ് ഒരു ആഡിന്. ഇത് റിയൽ എസ്റ്റേറ്റിന്റെ ആണെങ്കിൽ 31 രൂപയാണ് ഒരു ആഡിന് കൊടുത്തത്. ഇതെന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വന്നു. ഇനി 4905 രൂപ സ്പെൻഡ് ചെയ്ത് 277 ലീഡ്സ്, 277 മെസ്സേജുകൾ, എൻക്വയറീസ് പിന്നെ വാട്സപ്പിലേക്ക് വന്നു. ഇത് 541 രൂപ സ്പെൻഡ് ചെയ്തപ്പോൾ വന്നത് 43 മെസ്സേജുകളായിരുന്നു. 1700 രൂപ സ്പെൻഡ് ചെയ്തപ്പോൾ 56 രൂപ. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ബിഡ് പോലെയാണ്. ബിഡ് പോലെ, പിന്നെ ഡിപ്പെൻസ് ഓൺ ഏത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് റൺ ചെയ്യുന്നത്. ഇപ്പോൾ വലിയൊരു എമൗണ്ട് റിയൽ എസ്റ്റേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ലീഡ്സും ക്വാളിറ്റി ലീഡ്സ് ആയിരിക്കും, പക്ഷെ കമ്പാരിറ്റീവ്ലി എണ്ണം കുറവായിരിക്കും. അതേസമയം വേക്കൻസി ആഡുകളാണെങ്കിൽ ഇപ്പോൾ കണ്ടോ 500 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്തു, 43 എണ്ണം വന്നു. അപ്പൊ അങ്ങനെ ഡിപ്പെൻഡ് ഓൺ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ആഡ് റൺ ചെയ്യുന്നത്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ നമ്മളെ ക്രിയേറ്റീവ്, നമ്മൾ ഏത് തരത്തിലാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്, നമ്മുടെ ഇമേജ്,
നമ്മുടെ സെയിൽസ്മാൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പോസ്റ്റേഴ്സ് ആണ്. പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ്. ഇത് എത്രമാത്രം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുവോ അതുപോലെ ഇരിക്കും നമുക്ക് വരുന്ന ലീഡ്സും. ലീഡ്സിന്റെ കൗണ്ട് കൂടുമ്പോൾ ഇവിടെ റേറ്റ് കുറയും. കൗണ്ട് കുറയുമ്പോൾ റേറ്റ് ഇവിടെ കൂടും. അങ്ങനെയാണ് ഇതിന്റെ രീതി എന്ന് പറയുന്നത്. ശരിക്കും ഒരു ബിഡ് ഓപ്ഷൻ നടക്കുന്ന പോലെയാണ് ഈ കാര്യങ്ങൾ ഒരു അഡ്വർടൈസ്മെന്റ് റൺ ആകുന്നത്. അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന ഒരു കോഴ്സാണ് ഇതെന്ന് പറയുന്നത്. സാധാരണ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളിലൊന്നും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. എത്ര രൂപ സ്പെൻഡ് ചെയ്യണം ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇതിന്റെ മെട്രിക്സ് ഒന്നും പറഞ്ഞു തരത്തില്ല. ജസ്റ്റ് സെറ്റിംഗ്സ് പറഞ്ഞു തന്നായിരിക്കും പോവുക. പക്ഷെ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരിക മാത്രമല്ല, നിങ്ങളെ കൊണ്ട് ആഡ് റൺ ചെയ്യിപ്പിക്കുക കൂടി ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ഒരു ആഡ് സെറ്റ് ചെയ്ത് റൺ ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾ ഉണ്ടാവും. ആ ഒരു ലെവലിലാണ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ആഡ് റൺ ചെയ്യാനായിട്ട് തുടങ്ങും. അതിന് മുമ്പ് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ആഡ് റൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അതിന്റെ മെട്രിക്സുകൾ നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്തിട്ടുണ്ടാവും. ഈ കോഴ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ലൈഫ് ടൈം സപ്പോർട്ട് ഉണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ എന്ത് ക്വയറീസ് ആണെങ്കിലും അത് തീർത്ത് നിങ്ങളെ പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു കോഴ്സാണ് ഇത്. കൂടുതലും ഇപ്പോൾ പഠിച്ചു പോയിട്ടുള്ളവർ കൂടുതലും എന്റർപ്രണേഴ്സ് ആണ്. പിന്നെ രണ്ടാമത് ഫ്രീലാൻസ് വർക്ക് എടുത്ത് ചെയ്യുന്നവർ, പിന്നെ ഓൾറെഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അവർക്ക് റിസൾട്ട് ഉണ്ടാവുന്നില്ല. കാര്യം വലിയൊരു കോഴ്സ് പഠിച്ചെന്ന് പറഞ്ഞ് റിസൾട്ട് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതിന് വേണ്ടുന്ന മെട്രിക്സ് ആൻഡ് ടിപ്സ് പല എന്താ പറയുന്നത്, ഒരു ഇന്റേൺഷിപ്പ് പോലെ നമ്മളൊരാളുടെ കൂടെ നിന്ന് പഠിക്കുന്നതും, ഒരാള് എന്താ പറയുക പ്രൊഫഷണലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാൽ അവരുടെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് എന്റെ എക്സ്പീരിയൻസിൽ നിന്നുമാണ്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ലീഡ്സ് വരും. അത് എന്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലാതെ തിയററ്റിക്കലി നിങ്ങൾക്ക് പറഞ്ഞു തരികയല്ല ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇന്റേൺഷിപ്പിൽ നിങ്ങൾ ഒരു സീനിയറിന്റെ കൂടെ വർക്ക് ചെയ്താൽ എങ്ങനെയായിരിക്കും അവര് നിങ്ങളെ മെന്റർ ചെയ്യുന്നത്, അതേ ഒരു ലെവലിലായിരിക്കും ഈ ഒരു കോഴ്സ് പോകും. അപ്പം കോഴ്സ് കഴിഞ്ഞിരുന്നാലും നിങ്ങൾക്ക് ആ മെന്റർഷിപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കൺസൾട്ടേഷന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. അതും നിങ്ങൾക്ക് ലൈഫ് ടൈം സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു കോഴ്സിന്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള അഡ്വർടൈസ്മെന്റുകളുണ്ട്. അവയർനെസ് ഉണ്ട്, ട്രാഫിക് ഉണ്ട്, എൻഗേജ്മെന്റ്, ഇതെല്ലാം തന്നെ ഓരോന്നിനും വേണ്ടിയിട്ടുണ്ട്. ലീഡ്സ് ഉണ്ട്, ആപ്പിന്റെ പ്രൊമോഷൻ, സെയിൽസ് ഉണ്ട്. സെയിൽസ് എന്ന് പറയുന്നത് ഇ-കൊമേഴ്സ് സൈറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഓരോന്നും ഓരോ കാറ്റഗറിയിൽ അഡ്വർടൈസ്മെന്റ്. നമ്മൾ ഒന്നും അറിഞ്ഞുകൂടാതെ ഇത് ഇട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും നല്ല ലീഡ്സ് കിട്ടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നല്ലാതെ ഒരു ലീഡ്സ് കിട്ടില്ല. അപ്പൊ ഇത് പ്രോപ്പറായിട്ട് അറിഞ്ഞ് പ്രോപ്പറായിട്ട് ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫണല് പോലെയാണ്. ആ ഫണലിലെ ഓരോ സെഷനിലും ഓരോ ആഡ് കാറ്റഗറിയും ഓരോ രീതിയുമാണ് ആ അഡ്വർടൈസ്മെന്റ് നമ്മൾ നോക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു ലീഡ്സ് ഉണ്ടാക്കുവാനും നമ്മുടെ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് നമുക്ക് തിരിച്ച് റിട്ടേൺസ് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കത്തുള്ളൂ. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കോഴ്സാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.